ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യം 14 അധ്യായം 26 വാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നത്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകുമെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് കഴിയാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകാം. ഒരു ഭക്തനായിരിക്കുക എന്നുള്ളത് വേഷം കൊണ്ടല്ല, അവൻ ഹൃദയം കൊണ്ട് ഭക്തനായിരിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ഭക്തനായിരിക്കുകയല്ല, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും ഭക്തനായിരിക്കണം. ഓബദ്യാവ് സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോഴാണ് ഭക്തനായി ജീവിച്ചത്. അവിടെ വായിക്കുന്നുണ്ട്, യഹോവെങ്കിൽ മഹാഭക്തനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യ തൻ്റെ മരണശേഷം ഏലിശ പ്രവാചകനടുക്ക് ചെന്ന് പറയുന്നത്, നിൻ്റെ ശിഷ്യനും എൻ്റെ ഭർത്താവും ദൈവത്തിൽ മഹാഭക്തനായിരുന്നു അല്ലേ, യഹോവയിൽ മഹാഭക്തനായിരുന്നു. ഒരു ഭക്തനായി ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഭാര്യയിൽ നിന്നുണ്ടാകുന്നത്. കടങ്ങളും കടബാധകളും വരുത്തി വച്ചിരിക്കുക. അപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാക്ഷ്യം മഹത്വകരമാണല്ലേ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. എന്നാൽ അദ്ദേഹം ദൈവനാമത്തിന് വേണ്ടി ദൈവദാസന്മാരെ ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും ആ പീഡനകാലത്തിൽ സംരക്ഷിച്ചു സൂക്ഷിച്ചു അല്ലേ. അപ്പോൾ ദൈവനാമത്തിൽ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ള ദൈവമല്ല, ദൈവം നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് തലമുറയ്ക്കത് നീതിയായിട്ട് കണക്കിടും. എങ്ങനെ? കടവും ബാധ്യതകളെല്ലാം വരുത്തി വെച്ചിട്ട് മരിച്ചുപോയി, ഇനി എന്തു ചെയ്യും? പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടോ? ഏലിശായിലൂടെ പറയുകയാണ്, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്, അത് അയൽക്കാരുടെ പാത്രം വാങ്ങിച്ചങ്ങോട്ട് നിറയ്ക്ക്, ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നല്ലേ. ദൈവപ്രവൃത്തി കണ്ടോ? എണ്ണ നിറച്ചോ? പാത്രങ്ങളിൽ എണ്ണ നിറച്ചു, വിറ്റു, കടം വീട്ടി അല്ലേ. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനം കഴിച്ചു. എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ് അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരുക്കുന്ന വിധങ്ങളും അതിൻ്റെ മുഖാന്തരങ്ങളും. അതുകൊണ്ട് ദൈവജനമേ, പതറണ്ട, മനസ്സ് ഭാരപ്പെടേണ്ട, എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോകുമെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ദൈവനാമത്തിൽ കൊടുത്തതും ആ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാനുള്ളതും കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ മാനിക്കും, നിങ്ങളെ വർദ്ധിപ്പിക്കും, നിങ്ങളെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.